ആദിവാസി കോളനികൾ ദുരിതത്തിലല്ലേ? ആദിവാസികൾക്ക് വെള്ളമുണ്ടോ? വഴിയുണ്ടോ? സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആദരണീയനായിട്ടുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമാജി ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വണ്ടൂരിൽ ഈ പ്രചാരണ യോഗത്തിൽ സംബന്ധിക്കാനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്ക് വേണ്ടിയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയുടെ എക്കാലത്തെയും പേടിസ്വപ്നമായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം കോൺഗ്രസിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വയനാട് പാർലമെന്റ് മണ്ഡലത്തെ കഴിഞ്ഞ 5 കൊല്ലം എങ്ങനെയാണോ പ്രതിനിധീകരിച്ചത്, അതുപോലെയാണ് കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധി പരിഗണിച്ചത് എന്നുള്ളത് ഹിമന്ത ബിശ്വ ശർമാജി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഉപേക്ഷിക്കാൻ ഹിമന്ത ബിശ്വ ശർമാജി തയ്യാറായത്? അതേപോലെ വയനാട്ടിലെ വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ ഗാന്ധി കാപട്യത്തിന്റെ ആൾരൂപമാണ്, വഞ്ചനയുടെ ആൾരൂപമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുവാൻ കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അമേഠിയിലോ അല്ലെങ്കിൽ റായ്ബറേലിയിലോ മത്സരിക്കാൻ. പക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് അത് തുറന്നു പറയാൻ തയ്യാറാവാത്തതാണ് അദ്ദേഹത്തിന്റെ വഞ്ചനയുടെ ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹമാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ ഇവിടുത്തെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം മുന്നണിയിലെ പാർട്ടിയുടെ കൊടി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കോൺഗ്രസ് ആശയപരമായി വലിയൊരു പാപ്പരത്വത്തിലായിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഇവിടെ ഉപയോഗിക്കാതിരിക്കാൻ ന്യായം പറയുന്നത് മോദിജി അവിടെ കോൺഗ്രസിനെ വിമർശിക്കുമെന്നാണ്. കോൺഗ്രസിന് മോദിജിയുടെ വിമർശനത്തിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ഈ മുന്നണി പിരിച്ചുവിട്ടു പോകുന്നതാണ് UDF നല്ലത്. പ്രിയപ്പെട്ടവരെ, വഞ്ചനയും ആളുകളെ പറ്റിക്കലുമാണ് ഈ രാഹുൽ ഗാന്ധിയുടെയും കമ്പനിയുടെയും ഇടതുപക്ഷത്തിന്റെയും സ്ഥിരം പരിപാടി. അത് അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ആദരണീയനായ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമാജി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിന്റെ പരിഭാഷ ശ്രീ പത്മനാഭൻ ഇവിടെ നിർവഹിക്കും. आप लोग कैसे हैं? सब ठीक ठाक? मैं अभी आसाम से आया हूं, लेकिन यहाँ आके आप लोग को देख के मेरा ऐसा लग रहा है कि मैं आसाम और केरला का डिफरेंस कुछ देख ही नहीं रहा हूँ. मुझे लग रहा है कि मैं आसाम में ही हूँ. आप लोगों को बहुत बहुत धन्यवाद. प्रधानमंत्री देश का कौन बनेगा? आप पूछिए, प्रधानमंत्री देश का कौन बनेगा? पक्का मोदी जी? पक्का मोदी जी? तो राहुल गांधी क्या बनेगा? देखिए, प्रधानमंत्री बनेगा मोदी जी, राहुल गांधी क्या बनेगा? पप्पू जी तो बनेगा, और क्या बनेगा? आप लोग बोलिए, और कुछ बनने का जगह है उनका? मोदी सर, आप देखिए, ये केरला बीरू का भूमि है. यहाँ लोग आते हैं जीतने के लिए, लेकिन कोई लोग उत्तर प्रदेश में चुनाव हारे और केरला से चुनाव जीते. ये केरला के लिए है अपमान है, ये कोई केरला के लिए सम्मान नहीं है. हमारा केरला में, हमारा बीच में सुरेंद्रन जी है, उनको जिताइए, ये केरला का सम्मान आगे करेगा. आज आप लोग देखिए, मैं इतना ही बोल सकता हूं कि कांग्रेस खाली तुष्टीकरण समझता है और कुछ नहीं समझता है. आप थोड़ा बोल दीजिए. കേരളത്തില് ഇവിടെ വ്യത്യാസം മനസ്സിലാവുന്നില്ല. കൊണ്ട് നമ്മുടെ കേരളം, സുഹൃത്തുക്കളെ, ഈ ഉത്തർപ്രദേശിൽ നിന്നും ഒരാളെ അവിടത്തുകാർ തോൽപ്പിച്ചു വിട്ടാൽ അയാൾ കേരളത്തിൽ വന്ന് ജയിച്ചാൽ അത് കേരളക്കാർക്ക് അപമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ
കേരളത്തിൽ നിന്നും ഇത്തവണ ശ്രീ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. അതാണ് കേരളത്തിന് അഭിമാനകരം. आज मैं जब असम से आया हूं और केरला में आप लोगों को देख के मैं 2 साल बाद बोलना चाहता हूं कि हमारा जो देश है ये देश को विश्व गुरु नरेंद्र मोदी जी ही बना सकता है और नरेंद्र मोदी जी ही हमारा देश को विश्व गुरु बनाएगा। अब मैं जब केरला पहुंचा तो मैंने पहले देखा कि केरला का पेट्रोल का दाम कितना है। फिर मैंने देखा केरला का पेट्रोल पर लीटर 106 रुपया है। हमारा असम छोटा प्रदेश है, लेकिन असम में पेट्रोल का दाम खाली 97 रुपीज है, 97 रुपया है। ഞാൻ കേരളത്തിൽ വന്നിട്ട് ആദ്യം ഞാൻ അന്വേഷിച്ചത് ഇവിടത്തെ പെട്രോളിന്റെ വിലയാണ്. ഇവിടത്തെ പെട്രോളിന്റെ വില 106 രൂപയാണ്. ആസാം ഒരു ചെറിയ സംസ്ഥാനമാണ്, പക്ഷേ അവിടെ पेट्रोल विला वेറും 97 രൂപയാണ്। असम में सरकारी कर्मचारी को 50% डीए मिलता है और केरला में सरकारी कर्मचारी को 9% से 10% ही डीए मिलता है। असमिल സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡിയർനെസ് അലവൻസ് ഡിഎ 50%. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡിഎ 9 മുതൽ 10% വരെയാണ്। कांग्रेस हो सीपीएम हो, ये देश चलाना नहीं जानते हैं। देश चलाना खाली बीजेपी जानते हैं, मोदी जी जानते हैं। കോൺഗ്രസിനും സിപിഎമ്മിനും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല। രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കേവലം ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും മാത്രമേ അറിയുള്ളൂ। अभी राहुल गांधी बोल रहा है कि केरला सीएम को हम लोग जेल में क्यों नहीं डाला। ठीक है, पहले राहुल गांधी बोल रहा था कि केजरीवाल को हमने जेल में क्यों नहीं डाला। फिर जब केजरीवाल जेल में ढल गया, कि जेल के अंदर हो गया, तो राहुल गांधी और केजरीवाल एक टीम बन गया। तो मैं भी राहुल गांधी को बोलना चाहता हूं, चुनाव का बाद अगर हम केरला का सीएम को जेल में डालूंगा तो राहुल गांधी बीजेपी का साथ रहेगा कि सीपीएम का साथ रहेगा। अभी अभी जवाब दे दीजिए। ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ജയിലിൽ അയക്കാത്തത് എന്ന്। നേരത്തെ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ ജയിലിൽ അയക്കാത്തത് എന്ന്। നമ്മളെ കേജ്രിവാളിനെ നമ്മുടെ ഗവൺമെന്റ് പിടിച്ച് ജയിലിലിട്ടു। ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഒരു ടീമായി। ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ അഥവാ ഞങ്ങൾ പിടിച്ച് ജയിലിലിടുകയാണെങ്കിൽ നിങ്ങളെ പിണറായിന്റെ കൂടെ നിൽക്കുമോ അതോ നിങ്ങളെ ഞങ്ങളെ കൂടെ നിൽക്കുമോ? अभी राहुल गांधी को मैं बोलना चाहता हूं कि आप लोग देश के लिए जो पाप किया है ना, तो इसीलिए चुनाव का बाद आप भी कहां रहेगा पता नहीं, लेकिन एक बात आप लोग समझ लीजिए, सारे लोग कांग्रेस और सीपीएम लोग मोदी जी प्रधानमंत्री बनेगा और 400 सीट पार करके मोदी जी देश का प्रधानमंत्री बनेगा। രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്। ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങ് എവിടെ പോകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ ഒരു ഉറപ്പ് നൽകാം, തെരഞ്ഞെടുപ്പിന് ശേഷം 400-ലധികം സീറ്റുമായി നരേന്ദ്രമോദിയും ബിജെപിയും തിരിച്ചു വരും। आज हमारा देश में हमें इकोनॉमिक रिवॉल्यूशन चाहिए और हमें सोशल ट्रांसफॉर्मेशन चाहिए। आज हमारा भारत 5th इकोनॉमी है, देश आगे बढ़ रहा है मोदी जी के लिए, लेकिन समाज भी आगे बढ़ रहा है मोदी जी के लिए, और मोदी जी का पास ही हिम्मत है देश में यूनिफॉर्म सिविल कोड लाने का हिम्मत खाली मोदी जी का पास ही है।
ഇന്ന് രാജ്യം സാമ്പത്തികമായി മുന്നോട്ടു പോവുകയാണ്. രാജ്യത്തിലെ സാമ്പത്തിക വിപ്ലവം നടക്കുകയാണ്. അതോടൊപ്പം സാമൂഹിക പരിഷ്കരണവും നടക്കുകയാണ്. രാജ്യം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. ഈ രാജ്യം ഇനിയും മുന്നോട്ടു പോകും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മാത്രവുമല്ല, ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം വരാൻ പോവുകയാണ്. हमारा देश में कानून बनना चाहिए कि बाल विवाह नहीं होना चाहिए। एक कोई भी मेरा बेटी हो, कोई भी धर्म का हो, 18 साल का पहले किसी का शादी नहीं होना चाहिए। और एक पति को पत्नी जिंदा होते हुए दूसरा शादी नहीं करना चाहिए। നമ്മുടെ രാജ്യത്ത് ശൈശവ വിവാഹങ്ങൾ നമ്മൾ നിരോധിച്ചു. ഏത് മതത്തിലും ആവട്ടെ, 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഭാര്യ ജീവനോടിരിക്കെ നിലനിൽക്കെ മറ്റൊരു വിവാഹവും കഴിക്കാൻ പാടില്ല. असम में मैंने लास्ट 2 साल में अभी 3rd ईयर है मेरा सीएम बनते हुए, मैंने 12,000 व्यक्ति को गिरफ्तार किया। किस लिए? वो लोगों ने 18 साल का नीचे का बेटियों को शादी किया था। तो हमारा असम में हमने कानून बना दिया, भाई 18 साल के नीचे किसी को भी शादी करेगा तुम जेल का चक्की पीसना पड़ेगा, पक्का बात है। അസാമിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് കഷ്ടി 2 വർഷമാകുന്നേ ഉള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ 12,000 ആളുകളെ പിടിച്ച് ജയിലിലിട്ടു. എന്തിനാണെന്നറിയോ? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് പറഞ്ഞയച്ചതിന്. ആസാമിൽ നമ്മൾ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിവാഹത്തിലേക്ക് തള്ളിവിട്ടാൽ നിങ്ങൾക്ക് ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരും. ट्रिपल तलाक हो, यूनिफॉर्म सिविल कोड हो, समाज में अगर सामाजिक न्याय ला सकता है, खाली प्रधानमंत्री नरेंद्र मोदी ही ला सकता है। ഈ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമമാവട്ടെ, മുത്തലാഖാവട്ടെ, ഈ എല്ലാ വിഷയങ്ങളിലും സമൂഹത്തിന് ന്യായം കൊണ്ടുവരുന്നത്, നീതി നടപ്പിലാക്കുന്നത് അത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ്. राहुल गांधी वायनाड का एमपी था, लेकिन क्या यहाँ में उनका कोई घर है? यहाँ में वो कम से कम साल का 2 महीना यहाँ रहता है। രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആണ്. അദ്ദേഹത്തെ ഇവിടെ കാണാറുണ്ടോ? അദ്ദേഹം വർഷത്തിൽ 2 മാസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാറുണ്ടോ? आप लोग क्या उनको मिल सकता है? നിങ്ങൾ അദ്ദേഹത്തെ കാണാറുണ്ടോ? क्या मिल सकता है आप लोग उनको? കാണാറുണ്ടോ? क्या आप लोग उनको मोबाइल फोन से बात कर सकते हैं? നിങ്ങൾക്ക് അദ്ദേഹവുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? कभी वो आप लोगों को दिल्ली में बुलाता है खाना खाने के लिए? അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ആരെങ്കിലും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? तो उनको आप क्यों वोट देते हो? പിന്നെ എന്തിനു നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം? तो राहुल गांधी यहाँ एमपी नहीं है, यहाँ वो टूरिस्ट है। टूरिस्ट हिसाब से वो आते हैं और टूरिस्ट हिसाब से वो चला जाता है। രാഹുൽ ഗാന്ധി ഇവിടുത്തെ പാർലമെന്റ് അംഗമല്ല. അദ്ദേഹം ഇവിടെ ഒരു വിനോദസഞ്ചാരിയാണ്. ഒരു വിനോദസഞ്ചാരിയായി വരുന്നു, വിനോദസഞ്ചാരിയായി പോകുന്നു. एक पार्टी के लिए अपना फ्लैग माँ जैसा होता है। ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പതാക സ്വന്തം അമ്മയെ പോലെയാണ്. अभी राहुल गांधी का नॉमिनेशन हुआ, मुस्लिम लीग ने उनको धमकी दे दिया कि यार जाना है तो मेरा फ्लैग लेके जाना है। राहुल ने बोला भाई कांग्रेस का फ्लैग भी नहीं, तुम्हारा फ्लैग भी नहीं, हम लोग अकेला बिना फ्लैग को ही नामांकन देने जाऊंगा। ഇവിടെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നു. അപ്പോൾ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊടി പിടിക്കണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങളും കൊടി പിടിക്കുന്നില്ല, നിങ്ങളും കൊടി പിടിക്കണ്ട, കൊടിയില്ലാതെ നമുക്ക് പോയി നാമനിർദ്ദേശം കൊടുക്കാമെന്ന്. आप लोग बोलिए, क्या इंडियन मुस्लिम लीग नरेंद्र मोदी को धमकी दे सकता है?
നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നരേന്ദ്രമോദിജിയെ ഭീഷണിപ്പെടുത്തുമോ? क्या सकता है, धमकी दे सकता है मोदी जी को? अरे मोदी जी को छोड़िए, अगर असम में इंडियन मुस्लिम लीग मुझे धमकी देता है, मैं उनको जिन्ना का साथ पाकिस्तान भेज दूंगा, सीधा बात है. എങ്ങാനും നരേന്ദ്രമോദി പോകട്ടെ, അവർ ആസാമിൽ ഉണ്ടെങ്കിൽ എനിക്കെങ്ങാൻ ഭീഷണി അവർ മുഴക്കിയിരുന്നെങ്കിൽ അവരെ ഞാൻ ജിന്നയുടെ പിന്നാലെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. आज केरला में राहुल गांधी ने तुष्टीकरण का राजनीति किया, अपना फ्लैग भी इस्तेमाल नहीं किया. 2 दिन का बाद होगा, इंडियन यूनियन ऑफ मुस्लिम लीग कांग्रेस को बोलेगा तुम्हारा नाम बदल दो, और नाम भी राहुल गांधी से पप्पू गांधी कर देगा. ഇന്നലകളിൽ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് സ്വന്തം പതാക ഉപേക്ഷിച്ചു. നാളെ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ആ രാഹുൽ ഗാന്ധിന്റെ പേര് മാറ്റി പപ്പു ഗാന്ധി എന്നിട് എന്ന് മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തും. ये लोग वोट के लिए इतना नीचे जा सकता है. वेनाड से कोई उनका प्यार नहीं है, आप लोगों से कोई प्यार नहीं है, उनको सेफ सीट चाहिए, इसलिए वो केरला में आया. लेकिन सुरेंद्र जी सन ऑफ द सॉइल है, आप लोगों को सेवा करेगा, आप लोगों के लिए काम करेगा, और पार्लियामेंट में आप लोगों के लिए आवाज उठाएगा. ഇവര് 4 വോട്ടിന് വേണ്ടി എത്ര താഴ്ന്നു വേണമെങ്കിലും പോകും. ഇവർക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല. ഇവർക്ക് ഒരു സുരക്ഷിത മണ്ഡലം വേണം. അതിന് വയനാട്ടിൽ വന്നിരിക്കുന്നു. അതുമാത്രമാണ് ഇവർക്കുള്ളത്. ഇവര് ഈ വയനാടിനെയോ നിങ്ങളെയോ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ സുരേന്ദ്രജിയെ വിജയിപ്പിക്കൂ. അദ്ദേഹം ഈ മണ്ണിന്റെ പുത്രനാണ്. അദ്ദേഹം നിങ്ങളോടൊപ്പമുണ്ടാകും. നിങ്ങളുടെ കാര്യങ്ങൾ പാർലമെന്റിൽ ഉച്ചസ്ഥരം ഘോഷിക്കാൻ അദ്ദേഹം ഉണ്ടായിരിക്കും. आप लोग बताइए, 5 साल में राहुल गांधी ने संसद में कभी भी आप लोगों का बारे में कुछ बताया? നിങ്ങളൊന്ന് പറയൂ, രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും പാർലമെന്റിൽ വയനാടിന്റെയോ നിങ്ങളുടെയോ കാര്യം അവിടെ ഉയർത്തിയിട്ടുണ്ടോ? कोई उन्होंने नया प्रोजेक्ट लाया? എന്തെങ്കിലും പുതിയ പദ്ധതിയോ പരിപാടിയോ കൊണ്ടുവന്നിട്ടുണ്ടോ? कोई नया काम हुआ यहाँ में? ഇവിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തോ? कुछ काम नहीं हुआ. अभी यहाँ वो लोग नाटक कर रहा है कि सीपीएम और हमारा दुश्मनी है. केरला में सीपीएम और कांग्रेस फाइट करता है दिखाने के लिए, और दिल्ली पहुंचने से ही इलू इलू करता है, आई लव यू करता है. ഇവിടെ നാടകം കളിക്കുകയാണ്. ഇവിടെ സിപിഎമ്മുമായി വെറുതെ ശണ്ട കൂടും. ഇവര് ഡൽഹിയിൽ പോയാൽ പ്രേമത്തിലാണ്, സ്നേഹത്തിലാണ്. അതുകൊണ്ട് ഇവർ നാടകം കളിക്കുകയാണ്. बंगाल में सीपीएम और कांग्रेस का इलू इलू है. ബംഗാളിൽ സിപിഎമ്മും കോൺഗ്രസും പ്രണയത്തിലാണ്. तमिलनाडु में सीपीएम और कांग्रेस का इलू इलू है. തമിഴ്നാടിൽ സിപിഎമ്മും കോൺഗ്രസും പ്രണയത്തിലാണ്. सारा देश में सीपीएम और कांग्रेस का इलू इलू है, और केरला में दोनों ड्रामा करता है. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തും സിപിഎമ്മും കോൺഗ്രസും പ്രണയത്തിലാണ്. കേരളത്തിൽ മാത്രം നാടകം കളിക്കുകയാണ്. तो इसीलिए ना सीपीआई को, ना सीपीएम को, ना कांग्रेस को, अगर हमें केरला को आगे जाना है तो खाली मोदी जी को, बीजेपी को हमें वोट देना है. അതുകൊണ്ട് സിപിഐക്ക് കൊടുക്കരുത്, സിപിഎമ്മിന് കൊടുക്കരുത്, കോൺഗ്രസിന് കൊടുക്കരുത്. കേരളത്തിലെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ നിങ്ങളെ വോട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക്, സുരേന്ദ്രന് കൊടുക്കണം. भाई और बहनों, मैं यहाँ आके देख रहा, जब मैं रोड शो में आ रहा था, लोगों का जो एक उत्साह था, उमंग था, मैं बता सकता हूं कि केरला में हम लोग अगर सोचा था कि थोड़ा दूर में चेंज होगा, ऐसा नहीं. केरला में राजनीति का परिवर्तन बहुत जल्दी होने वाला है. സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നു. ഈ റോഡ് ഷോ നടക്കുമ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ വിചാരിക്കും പോലെ കേരളത്തിലെ രാഷ്ട്രീയ പരിവർത്തനം അങ്ങ് ദൂരെയൊന്നുമല്ല, അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോവുകയാണ്.
सीपीएम और कांग्रेस दोनों का काम भारत में और नहीं चलने वाला है। सीपीएम और कांग्रेस का अभी कोई चुनाव नहीं जीतने वाला है। मोदी जी प्रधानमंत्री बनेगा और मोदी जी का प्रधानमंत्री बनने का साथ साथ 2026 में केरला में हमें बीजेपी का सरकार भी बनाना है। കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കളിയൊന്നും നടക്കാൻ പോകുന്നില്ല. അവർ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കും. തെരഞ്ഞെടുപ്പിൽ ബിജെപി തന്നെ ജയിക്കും. 2026 കേരളത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വരും. 2016 का पहले लोग बोलता था कि असम में कभी बीजेपी का सरकार नहीं बन सकता है, किसलिए असम में 36% मुसलमान है। लेकिन हमने दिखा दिया कि खाली सरकार नहीं बनाया, हमने दो बार सरकार बनाया और 2026 में हम 126 सीटों के अंदर में 100 सीट लेके हम लोग सरकार बनाने जा रहा है। ആസാമിൽ 2016 മുമ്പ് ബിജെപി സർക്കാർ ഉണ്ടാക്കുമെന്ന് ആരും പറയില്ലായിരുന്നു. അവർ പറഞ്ഞത് ആസാമിൽ 36% മുസ്ലിം ജനസംഖ്യയുണ്ട്, അതുകൊണ്ട് ആസാമിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കില്ല എന്ന്. എന്നാൽ നമ്മൾ ഒരു തവണയല്ല 2 തവണ ആസാമിൽ സർക്കാർ ഉണ്ടാക്കി. 2026 ആകെയുള്ള 124 സീറ്റിൽ 100 സീറ്റിലും ജയിച്ച് നാം വീണ്ടും സർക്കാർ ഉണ്ടാക്കും. इसलिए बीजेपी सबका साथ काम करता है, सबका साथ सबका प्रयास, सबका साथ को हम लोग लेके काम करता हूं। और केरला में मैं भी विश्वास करता हूं कि आप लोगों का आशीर्वाद से, सारे समुदाय का आशीर्वाद से हमें 2026 में सरकार भी बनाऊंगा और इस लोकसभा चुनाव से ही हमारा वो यात्रा का, विजय यात्रा का शुरुआत भी हो जाएगा। എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സാധിക്കുന്നത്? നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവരാണ്. എല്ലാവരുടെയും അധ്വാനം നമുക്ക് ആവശ്യമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. എല്ലാ സമുദായത്തെയും നമ്മൾ ഒരുമിച്ച് കൂട്ടും. ആ വിജയയാത്ര 2024 ഈ തെരഞ്ഞെടുപ്പിൽ ആരംഭിക്കും. അത് 2026 നമ്മുടെ സർക്കാർ വരുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. मैं अभी असम में जाके कामाख्या मां में प्रार्थना करूंगा। हमारा वहां मां कामाख्या विराजमान होता है। मैं आप लोगों के लिए प्रार्थना करूंगा कि बीजेपी जरूर जीते, वयनाड से भी जीते, केरला में भी जीते और प्रधानमंत्री जी तीसरा बार भारत का प्रधानमंत्री बने। 300 सीट लेके नहीं, 400 सीट लेके बने। ഞാൻ ആസാമിൽ തിരിച്ചുപോയി കാമാഖ്യ ദേവിയോട് പ്രാർത്ഥിക്കും. അവിടെ കാമാഖ്യ ദേവിയുടെ മന്ദിരമുണ്ട്, അവിടെ പ്രാർത്ഥിക്കും. കേരളത്തിൽ ബിജെപി വിജയിക്കട്ടെ, നരേന്ദ്രമോദി ഈ രാജ്യത്തെ വിജയിക്കട്ടെ. നരേന്ദ്രമോദി 300 അല്ല 400 സീറ്റ് നേടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. मेरा साथ बोलिए, भारत माता की, भारत माता की, नरेंद्र मोदी, नरेंद्र मोदी। बहुत बहुत धन्यवाद। जय हिंद, वंदे मातरम। നിന്നും കരകയറുവാൻ താമര ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യൂ. വിശ്വസിക്കാം, കൂടെയുണ്ടാകും കെ സുരേന്ദ്രൻ. നമ്മുടെ വിജയസാരഥി കെ സുരേന്ദ്രൻ ജയിക്കട്ടെ. വയനാടിന്റെ വികസനം സാധ്യമാവട്ടെ. താമര താമരയാണു നമ്മുടെ ചിഹ്നം. ഓരോ വോട്ടും വികസനത്തിനായി താമര അടയാളത്തിൽ നൽകി കെ സുരേന്ദ്രനെ മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കൂ. കേരളത്തിന്റെ പച്ചയായ വയനാടിന്റെ കർഷക ദുരവസ്ഥ